കരിമ്പുംകാല ഇനത്തിൽപ്പെടുന്ന ജീവികളൊക്കെയും വായിച്ചറിയാൻ. കരിമ്പുംകാല ഇനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ ബയോളജിക്കൽ ഇനത്തിൻ്റെ കൂട്ടത്തിൽ ഓരോ ഇതുണ്ടല്ലോ. നമ്മൾ സാധാരണ ബോട്ടണിയിലൊക്കെ, ഞാൻ ബയോളജി ആയിരുന്നു BSc പഠിച്ചത്. അപ്പോൾ ബോട്ടണി സബ്ബായിരുന്നു, മറന്നുപോയി. കുറേ ഫാമിലി ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന ചില പ്രത്യേകതരം ഫാമിലികളുണ്ട്. പിന്നെ സോഷ്യൽ വർക്കിലേക്കും സോഷ്യൽ സയൻസിലേക്കും ഒക്കെ പോയി ജീവശാസ്ത്രവും ജന്തുശാസ്ത്രവും സസ്യശാസ്ത്രവും ഒക്കെ മറന്നുപോയി. അതിലുള്ളതുപോലെ കരിമ്പുംകാല ഇനത്തിൽപ്പെടുന്ന കുറേ ജീവികളുണ്ട്. ഈ കരിമ്പുംകാല ഇനത്തിൽപ്പെടുന്ന ജീവികൾ അറിയാൻ വേണ്ടി ഇന്നത്തെ 2-3 വാർത്തകളൊന്ന് വായിക്കാം. രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ചു കൊന്നു. പോയിൻറ്റ് ബ്ലാങ്കിൽ നിന്നാണ് വെടിവെച്ചു കൊന്നത്. വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് തുടർച്ചയായി 3 FB പോസ്റ്റ് ഇട്ടു. എന്നിട്ട് ആ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ പറയുന്ന രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച് കൊന്നത്. അതിൻ്റെ കാരണമായി പറയുന്നത് രാധാകൃഷ്ണൻ്റെ ഭാര്യ സന്തോഷിൻ്റെ സുഹൃത്തായിരുന്നത്രേ. ആ സുഹൃത്തായിരുന്ന ഭാര്യയെ വേണ്ടത്ര രീതിയിൽ രാധാകൃഷ്ണൻ നോക്കാതിരിക്കുകയോ വേദനിപ്പിക്കുകയോ ഏതാണ്ട് ചെയ്തതിനാണ് ഈ പറയുന്ന സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് എന്ത് ചെയ്തത്, വെടിവെച്ച് കൊന്നത്. നമ്പർ 1. രണ്ടാമത്തത്, പൂജാ സാധനങ്ങൾ വിൽക്കുന്ന പത്തനംതിട്ടയിലെ കടയിൽ നിന്ന് MDMA പിടിച്ചു. അനി എന്ന് പറയുന്ന ആ കടയിലുള്ള ആളിൻ്റെ കയ്യിൽ നിന്നാണ് MDMA പിടിച്ചത്. ആലപ്പുഴ പല്ലന സ്വദേശിയാണ് ഈ അനി. അവിടെ കഞ്ചാവ് വിൽപ്പനയും അതുപോലെ MDMA കച്ചവടവും വ്യാപകമായി ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അവിടെ റെയ്ഡ് നടന്നതും ഈ സാധനങ്ങളൊക്കെയും പിടിച്ചതും. മൂന്നാമത്തത്, ഡൽഹിയിലെ ജഡ്ജിയുടെ വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത കാശ് പിടിച്ചത്രേ. കണക്കിൽപ്പെടാത്തതെന്ന് പിടിച്ചോരാ പറയുന്നത്. പിടിച്ച ജഡ്ജിക്ക് നല്ല കണക്കുണ്ടല്ലോ, കണക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആ വീടിനകത്ത് ഇത്രയും കാശിരിക്കുന്നത്. ഏതായാലും ഈ 3 വാർത്തകളും കരിമ്പുംകാല വിഭാഗങ്ങൾക്കും മദ്രസയാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുന്നവർക്കുമായി സമർപ്പിച്ചുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഇതിലൊക്കെയും ഒരു പേര് മാറിയിരുന്നെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ പുകില് എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെയായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതും വളരെ രസകരവും കൗതുകരവുമായൊരു കാര്യമാണ്. ആമുഖമായി പറയട്ടെ, എൻ്റെ വീഡിയോയും എൻ്റെ വാക്കുകളും ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ സ്പർദ്ധയോ പകയോ വിദ്വേഷമോ പരസ്പര സ്നേഹത്തിന് കോട്ടം വരുത്തുന്നതോ ആയ ഒരു ഇടപെടലുകൾക്കും കാരണമാകരുത്. ഞാൻ സംസാരിക്കുന്നത് വിദ്വേഷികൾക്കെതിരാണ്, മനുഷ്യബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും മുറിക്കുന്നവർക്ക് എതിരാണ്. രാധാകൃഷ്ണനെ സന്തോഷാണ് വെടിവെച്ചു കൊന്നത്. ഈ രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്നത് സന്തോഷിന് പകരം ഒരു ബഷീറായാൽ ഈ തോക്ക് എവിടുന്ന് വന്നു? ഈ തോക്ക് കിട്ടുന്നതിന് പരിശീലനം സുഡാപ്പി കേന്ദ്രങ്ങളിൽ നിന്നും ജിഹാദി കേന്ദ്രങ്ങളിൽ നിന്നും പിന്നെ PFI കേന്ദ്രങ്ങളിൽ നിന്നും ഒക്കെയാണ് ലഭിക്കുന്നത് എന്ന് മാത്രമല്ല, ഈ ലൈസൻസ് ഇല്ലാത്ത തോക്ക് അഫ്ഗാൻ വനാന്തരങ്ങളിൽ താലിബാൻകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ആ തോക്ക് കൊണ്ടുവന്നെന്ന് മാത്രമല്ല, നമ്മുടെ വക്കീലതയൊക്കെ ആണെങ്കിൽ പറഞ്ഞേന് അവലും മരലിനും ശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ആദ്യമായി ഒരാൾ കൊല്ലുകയാണ്. ഇവരുടെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരിക്കലും ഒരാളായിരിക്കില്ല, ഇത് വേറൊരുപാട് പേരായിരിക്കും. ഇവിടെ പിണറായി വിജയൻ ജിഹാദി സുഡാപ്പി ലീഗ് ബന്ധങ്ങളിൽ വളരുന്ന അന്താരാഷ്ട്ര ISIS ഭീകരന്മാർ കേരളത്തിലുണ്ടെന്നുള്ളതിന് തെളിവായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരുത്തനും മിണ്ടണോ? ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താ? ഒരേ ജാതിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്താലും ഒരുമിച്ച് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. ഒന്ന് പേര് മാറിയാൽ മാത്രമേ ഉള്ളൂ കരിമ്പുംകാലയൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, കരിമ്പുംകാലയൊക്കെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുക കൂർക്കം വലിച്ച്. അപ്പോഴാണ് ആരെങ്കിലും ചെന്നേച്ച് തട്ടിയേച്ച് പറയുന്നത്, കരിമ്പുംകാലേ ദേ നമ്മുടെ ഇന്നാര ബഷീർ വെടിവെച്ചു എന്ന് കേട്ടാൽ ഉടനെ ഒരൊറ്റ ഓട്ടമായിരിക്കും പിന്നെ നമ്മുടെ എന്താ പറയുക ചാനലിലേക്ക്. എന്നിട്ട് അവിടെ ചെന്നിരുന്ന് കാച്ചോട് കാച്ച ഇതിലെല്ലാം ഒരു തീവ്രവാദി കാണും, തീവ്രവാദ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളില്ലാതെ ഇതൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കരിമ്പുംകാല പോയി ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് കരിമ്പുംകാല ഉറങ്ങുന്ന ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഉണർത്തി ഇതുകൂടൊക്കെ ഒന്ന് പറയണം. ഇതാണ് ഒരു വാർത്ത. രണ്ടാമത്തേത്, പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് MDMA പിടിച്ചു. പത്തനംതിട്ടയിലാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഏതെങ്കിലും ഈ മദ്രസ പുസ്തകങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്നാണ് ഇത് പിടിച്ചതെങ്കിൽ ഉള്ള സ്ഥിതി എന്തായിരിക്കും ഉണ്ടാവുക? ഉടൻ തന്നെ ഈ മദ്രസാ കഥകൾ മുഴുവൻ മയക്കുമരുന്നിൻ്റെ കേന്ദ്രങ്ങളാണ്, മദ്രസകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അവിടെ പഠിക്കാൻ പോകുന്നവർ ഇത് പരിശീലിച്ച് പഠിക്കുകയാണെന്നും പറഞ്ഞ് ഈ സമുദായത്തിൽപ്പെടുന്ന കോയാമാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അടിയങ്ങ് തുടങ്ങൂലേ? കാളക്കോയാമാരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ്, അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആണെങ്കിൽ ബാക്കി എല്ലാവരും കൂടി,
മുജാഹിദിൻ്റേതാണെങ്കിൽ ബാക്കി എല്ലാവരും കൂടി, സുന്നിയുടേതാണെങ്കിൽ ബാക്കി എല്ലാവരും കൂടി, തബ്ലീഗിൻ്റേതാണെങ്കിൽ ബാക്കി എല്ലാവരും കൂടി അങ്ങ് അടിച്ചു മറിക്കൂലേ? അന്താരാഷ്ട്ര പ്രഭാഷകർ മുതൽ പ്രാദേശിക പ്രഭാഷകർ വരെ ഉറഞ്ഞു തുള്ളൂലേ? ഇതിപ്പം അങ്ങനെ എന്തെങ്കിലും ചർച്ച കേട്ടോ? ഇത് പിന്നെ എവിടേക്ക് ചെല്ലും അങ്ങനെയാണെങ്കിൽ? കേരളത്തിലെ മുഴുവൻ മദ്രസ പുസ്തകങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ പള്ളികളിലേക്ക് സാധനങ്ങൾ വിൽക്കുന്ന മുഴുവൻ സ്ഥലങ്ങളുടെയും ഇത് പരിശോധിക്കണം. ഉടൻ തന്നെ ഹുസൈൻ സലഫിയുടെ ആരാധകർ രംഗത്ത് വരും. ഞങ്ങളുടെ ഹുസൈൻ സലഫി പറഞ്ഞു കേട്ടില്ലേ, പള്ളിയുടെ അടുത്തുള്ള പട്ട് വിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതാ വിൽക്കുന്നതെന്ന് പറഞ്ഞപ്പം നീ നിരീശ്വരവാദി, യുക്തിവാദി അനിൽ മുഹമ്മദെ, നീ അന്ന് അംഗീകരിച്ചോടാ, ഇപ്പോൾ ഇത് കണ്ടില്ലയോടാ എന്നൊക്കെ ചോദിച്ചു വന്നേനെ. ഇപ്പം വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലേ, സംഗതി കഴിഞ്ഞേ. ഇനി മൂന്നാമത്തേതെന്താ? ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത കാശ് പിടിച്ചു. ജഡ്ജി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സുതാര്യമായി ജോലി ചെയ്യുന്ന, നീതിക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ജഡ്ജിയാണ്. പുള്ളിക്ക് വരെ നമ്മുടെ കൂട്ട് ആക്രി കച്ചവടമോ ചെമ്പൻ കച്ചവടമോ തണ്ണിമത്തങ്ങ കച്ചവടമോ ഒന്നും ഉള്ള ആളല്ല. ഈ വാർത്തയിലാണ് കണക്കിൽപ്പെടാത്ത കാശ് എന്ന് പറയുന്നത്. പുള്ളിക്ക് ഇതിനകത്ത് അണാ പൈസ കാശുണ്ടാവും. ഒന്നെങ്കിൽ പുള്ളി ഏതെങ്കിലും കച്ചവടത്തിലോ വ്യാപാരത്തിലോ ഒപ്പിച്ചതായിരിക്കണം സംവിധാനം അറിയാതെ, അല്ലെങ്കിൽ നീതി വിറ്റ വകയിൽ കിട്ടിയതായിരിക്കണം. എന്തായാലും വീട് പൂട്ടിയിട്ട് പോയപ്പോൾ വീട്ടിൽ തീ പിടിച്ചു. അപ്പോൾ ഫയർഫോഴ്സ് അണയ്ക്കാൻ ചെന്നപ്പോഴാണ് ഈ സംഗതി കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഫയർഫോഴ്സിനെ ഉടയതമ്പുരാനായിരിക്കും അവിടെ കൊണ്ടുവന്നത്. കാരണം ഇല്ലെങ്കിൽ തീ പിടിച്ച് അങ്ങനെ ഫയർഫോഴ്സ് അവിടെ ചെല്ലേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും അങ്ങനെ പിടിച്ചാണ് ഇപ്പം നമ്മൾ അവകാശപ്പെടുന്ന കണക്കിൽപ്പെടാത്തതെന്ന് പറയുന്ന കാശ് പിടിച്ചിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഈ ജഡ്ജിന് പകരം ഒരു മുസ്ലിം ജഡ്ജിൻ്റെ പേരിലാണെങ്കിലോ? വേണ്ട, മുൻപ് വിരമിച്ച മുസ്ലിം ജഡ്ജായ കമാൽ പാഷയുടെയോ അല്ലെങ്കിൽ അബ്ദുൽ റഹീം സാറിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ താഹ സാറിൻ്റെയോ ഒക്കെ വീട്ടിൽ നിന്നാണ് ഇത് പിടിച്ചിരുന്നതെങ്കിലോ? ഈ പണം എവിടുന്ന് വന്നു? ഇത് ആഗോളതലത്തിൽ വരുന്ന പണമാണ്. ഉടൻ തന്നെ NIAയും EDയും അവിടുന്ന് പുറപ്പെട്ടു. ഉടനെ സന്ധ്യയ്ക്ക് എല്ലാവരും കൂടെ ചാനൽ തുറന്നു വെച്ച് ED വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു, ED അങ്ങോട്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഇതൊക്കെയല്ലേ സംഭവിക്കുന്നത്? സത്യസന്ധമായി പറയാം. ഇപ്പോൾ ഇതുവല്ലോ സംഭവിക്കുമോ? എന്തെങ്കിലും നടക്കുമോ? ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? എവിടെയെങ്കിലും ചർച്ച നടക്കുമോ? ഒന്നും നടക്കില്ല. രാധാകൃഷ്ണൻ മരിച്ചു, വല്ല ബഹളമുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത കണ്ടില്ലേ? ധനേഷ് എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ അമ്മയുടെ സുഹൃത്തായിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് 2 പിഞ്ചു മക്കളെ ഉപദ്രവിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവളുമാരോട് പറഞ്ഞത്രേ കൂട്ടുകാരികളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. ആ പാവം കുഞ്ഞുങ്ങൾ, സത്യം പറഞ്ഞാൽ ആ വാർത്ത കേട്ടിട്ട് ഉറക്കം വന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ പലപ്പോഴും ഈ വിവാഹബന്ധം വേർപെടുത്തുമ്പോഴും ഭർത്താവ് മരിക്കുമ്പോഴും മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത ഇതാ. എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. സ്വന്തം ഭർത്താവ് മരിക്കുമ്പോൾ ആ ഭർത്താവില്ലാതിരുന്ന കാലത്തേക്കാൾ ഗൗരവത്തോടെ മക്കളെ സൂക്ഷ്മതയോടെ നോക്കുന്ന ഒരുപാട് സ്ത്രീകൾ. അവർക്ക് അഭിനന്ദനങ്ങൾ, അഭിവാദനങ്ങൾ. പക്ഷേ ഞാൻ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ചർച്ചയുണ്ടോ? അതിൽ വേറൊരു പേരായിരുന്നെങ്കിലോ? എന്തായിരുന്നു കേരളത്തിൽ ചർച്ച നടക്കുന്നത്? കരിമ്പുംകാലയൊക്കെ 2 ഉടുപ്പെടുത്തിട്ട് വന്ന് ചാനൽ ചർച്ചയിൽ അങ്ങ് തുള്ളി മറിയൂല്ലേ? അത് പിന്നെ റീൽസാക്കി പ്രചരിപ്പിക്കൂലേ? കാസാക്കൂസന്മാർ എത്ര പോസ്റ്റ് ഇട്ടേനെ ഇതിനൊക്കെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം മിണ്ടുന്നില്ല. ആ വൈരുദ്ധ്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ, അറിവിലേക്ക്, പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക്.